ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും നമ്മുടെ ഓരോ ക്ലാസ്സുകളും കണ്ട് അവ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നന്നായി തന്നെ പഠിക്കുക, ക്ലാസ്സുകളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകളുടെ അപ്ഡേറ്റ്സും അതുപോലെ കറണ്ട് അഫയേഴ്സ് ആയാലും അങ്ങനെ മറ്റുള്ള അപ്ഡേറ്റ്സും അതുപോലെ ആവശ്യമായിട്ടുള്ള PDF കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടാൻ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ടെലിഗ്രാം ചാനലാണ് കേട്ടോ. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് അത് ചെയ്യുക. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം നമ്മൾ ഇന്ന് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത LGS രണ്ടാം ഘട്ട പരീക്ഷയുടെ മറ്റു ചോദ്യങ്ങളുടെ അനാലിസിസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യമാണിത്. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങളാണ് താഴെ ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 3ഉം 4ഉം ശരി. മിറാത്ത് ഉൽ അക്ബർ, സമ്പാദ് കൗമുദി എന്നിവയാണ് രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ. നമ്മുടെ SCERT ടെക്സ്റ്റിൽ എങ്ങനെയാണിത് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും അതിൻ്റെ നേതാക്കളും തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ആശ്രയിച്ച പ്രധാന മാർഗം വർത്തമാന പത്രങ്ങളാണ്. അക്കാലത്ത് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് സാമൂഹിക സേവനമായാണ് കരുതിയിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയങ്ങളെ അവ എതിർക്കുകയും ശക്തമായി വിമർശിക്കുകയും ചെയ്തു. ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച സമ്പാദ് കൗമുദി, പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ മിറാത്ത് ഉൽ അക്ബർ എന്നിവ സാമൂഹിക പരിഷ്കരണം, ദേശീയത, ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങൾക്ക് ഊന്നൽ നൽകി. ഇവയുടെ പാത പിന്തുടർന്ന് നിരവധി പത്രങ്ങൾ വിവിധ ഭാഷകളിൽ പുറത്തിറക്കി. ഇവയിൽ ഭൂരിഭാഗവും പ്രസിദ്ധീകരിച്ചത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കളായിരുന്നു. ഓക്കെ, അപ്പം നമ്മളെ പോയിന്റ് ഇതാ ഇവിടെയാണ്. രാജാറാം മോഹൻ റോയിയുടെ ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സമ്പാദ് കൗമുദി. പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്ത് ഉൽ അക്ബർ. സമ്പാദ് കൗമുദി ബംഗാളി ഭാഷയിൽ രാജാറാം മോഹൻ റോയ്, മിറാത്ത് ഉൽ അക്ബർ പേർഷ്യൻ ഭാഷയിൽ രാജാറാം മോഹൻ റോയ്. ഇത് ഇങ്ങനെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ തന്നെ തന്നിട്ടുള്ള മറ്റ് പത്രങ്ങളും അവരുടെ നേതാക്കളും ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും കൂടെ ഒന്ന് നോക്കാം. പത്രങ്ങളും നേതാക്കളുമാണ് കൊടുത്തിട്ടുള്ളത്, ശ്രദ്ധിക്കുക. ഹിന്ദു, സ്വദേശി മിത്രം എന്നീ 2 പത്രങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് G. സുബ്രഹ്മണ്യ അയ്യർ ആണ്. അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ചേർന്നാണ് ആരംഭിച്ചത്. അമൃത് ബസാർ പത്രിക നോർമലി ശിശിർ കുമാർ ഘോഷാണ് പറയാറ് കേട്ടോ. ബോംബെ സമാചാർ ഫർദുർജി മർസ്ബാൻ. ബോംബെ സമാചാർ. കേസരി, മറാത്ത എന്നിവ ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക് ആരംഭിച്ച പത്രങ്ങളാണ്. അടുത്തത് ബംഗാളി എന്ന പത്രം സുരേന്ദ്രനാഥ് ബാനർജിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറുടെ പത്രമാണ്. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നിവ ആനി ബസന്റിന്റെ പത്രമാണ്. യങ് ഇന്ത്യ ഹരിജൻ ഗാന്ധിജിയുടേതാണ്, മാറിപ്പോരുത് കേട്ടോ. ന്യൂ ഇന്ത്യ ആനി ബസന്റിന്റെയും യങ് ഇന്ത്യ മഹാത്മാഗാന്ധിയുടെയും. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദിന്റേതാണ്. എന്ന പത്രം മൗലാന അബ്ദുൽ കലാം ആസാദിന്റേതാണ്. വന്ദേ മാതരം ആരംഭിച്ചത് ലാല ലജ്പത് റായ് ആണ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ഹിന്ദു സ്വദേശി മിത്രം G. സുബ്രഹ്മണ്യ അയ്യർ. അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ് ആൻഡ് മോത്തിലാൽ ഘോഷ്. ബോംബെ സമാചാർ ഫർദുർജി മർസ്ബാൻ.
കേസരി മറാത്ത എന്നിവ ബാലഗംഗാധര തിലക്, ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി, ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ന്യൂ ഇന്ത്യ കോമൺവെൽ എന്നിവ മിസ്സിസ് ആനി ബസന്റ്, യങ് ഇന്ത്യ ഹരിജൻ എന്നിവ മഹാത്മാഗാന്ധി, അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്, വന്ദേ മാതരം ലാലാ ലജ്പത് റായ്, നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. നമ്മൾ ഓപ്ഷനിൽ സ്വദേശി ചിത്രം എന്നാണ്, സ്വദേശി മിത്രമാണ്. സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യരാണ്. അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്. മറ്റു രണ്ടുമാണ് രാജാറാം മോഹൻ റായ് തുടക്കം കുറിച്ച പത്രങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. മിറാത്തുൽ അക്ബറും സമ്പാദ് കൗമുദി. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം. ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓപ്ഷൻ ഡി, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇവിടെ നോക്കാം. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ദാദാഭായ് നവറോജി ആയിരുന്നു. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെക്കുറിച്ച് ചോർച്ച സിദ്ധാന്തം എന്നറിയപ്പെടുന്ന തന്റെ നിഗമനങ്ങളെക്കുറിച്ച് ഇദ്ദേഹം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചു. ഇവിടെ നോക്കാം, ചോർച്ച സിദ്ധാന്തം. ചോർച്ച സിദ്ധാന്തം ദാദാഭായ് നവറോജി. ബുക്ക് ഏതാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇത് കണക്ട് ചെയ്യാം. ദാദാഭായ് നവറോജി, ചോർച്ച സിദ്ധാന്തം, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ. ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത് എങ്ങനെയായിരുന്നു? അദ്ദേഹം പറഞ്ഞ കാരണങ്ങളാണ്: ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം, ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി. ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ദരിദ്രമാക്കുന്നുവെന്നത് സംബന്ധിച്ച സാധാരണക്കാരന് അവബോധമുണ്ടാകുന്നതിൽ ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ ആദ്യകാല നേതാക്കന്മാരുടെ പങ്ക് വിലപ്പെട്ടതാണ്. തങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും ചൂഷണങ്ങളും ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണെന്നുള്ള തിരിച്ചറിവ് ജനങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ശക്തമാക്കി. ഇത്തരത്തിൽ വളർന്നുവന്ന ഇന്ത്യൻ ദേശീയതയെ ചില ചരിത്രകാരന്മാർ സാമ്പത്തിക ദേശീയത എന്ന് വിശേഷിപ്പിക്കുന്നു. ഓക്കെ, നമുക്കിവിടെ പറഞ്ഞ ആ പോയിന്റ് കിട്ടിയല്ലോ. ദാദാഭായ് നവറോജിയുടെ ചോർച്ച സിദ്ധാന്തം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത നമ്മുടെ ഓപ്ഷൻസിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യൻ അൺറെസ്റ്റ്, ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ, ഇന്ത്യൻ സ്ട്രഗിൾ എന്നിവ. ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഈ പുസ്തകം, ഇത് നോക്കിയേ, ഇതാണ് നമ്മുടെ പുസ്തകം. സുഭാഷ് ചന്ദ്ര ബോസ് രചിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ 1920 മുതൽ 1942 വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ് ഈ ഒരു പുസ്തകം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ചരിത്രമാണ് ഈ ഒരു പുസ്തകത്തിൽ വിവരിക്കുന്നത് കേട്ടോ. ദ ഇന്ത്യൻ സ്ട്രഗിൾ സുഭാഷ് ചന്ദ്ര ബോസിന്റെ പുസ്തകമാണ്. ഓക്കെ, അടുത്തത് നമ്മൾ ഓപ്ഷനിലുള്ളത് എന്താണ്? ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ. A.L. ഭാഷം രചിച്ചിട്ടുള്ള ഒരു ബുക്കാണ് ഇത്. ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ. A.L. ഭാഷം എന്ന ഹിസ്റ്റോറിയൻ രചിച്ചിട്ടുള്ളതാണ്. പുരാതന ഇന്ത്യൻ നാഗരികതകളെ കുറിച്ചുള്ള ഒരു അടിസ്ഥാനപരമായ ആഴമേറിയ പഠനമാണ് ഈ ഒരു പുസ്തകത്തിൽ ഉള്ളത് കേട്ടോ. A.L. ഭാഷമാണ് ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്. അതിലെ ലാസ്റ്റ് ഓപ്ഷൻ ആണ് ഇന്ത്യൻ അൺറെസ്റ്റ്. ഇന്ത്യൻ അൺറെസ്റ്റ്, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ബാലഗംഗാധര തിലകനെ കുറിച്ചുള്ള പുസ്തകമാണ് ഇത്. എഴുതിയത് വാലന്റൈൻ ഷിറോൾ ആണ്. വാലന്റൈൻ ഷിറോൾ ആണ് ഈ ഒരു പുസ്തകം രചിച്ചിട്ടുള്ളത്. ഇന്ത്യൻ അൺറെസ്റ്റ്, വാലന്റൈൻ ഷിറോൾ. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചെറുതായിട്ട് എസ്ആർടി കൊടുത്തിട്ട് നമുക്കൊന്ന് വായിക്കാം. സ്വദേശി പ്രസ്ഥാനത്തോടെ ഇന്ത്യൻ ദേശീയത കൂടുതൽ ശക്തിപ്പെട്ടു. ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. അവർ
ലാൽ പാൽ ബാൽ എന്നറിയപ്പെട്ടു. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. ബ്രിട്ടീഷ് ഭരണത്തിൽ അസ്വസ്ഥമായ ഇന്ത്യൻ മനസ്സുകളെ ഏകോപിപ്പിച്ച് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ തിലകൻ നിർണായക പങ്കുവഹിച്ചു. ഇതിനാൽ ഇദ്ദേഹത്തെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും ചരിത്രകാരനുമായ വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചു. ഇവരാണ് കേട്ടോ ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്. സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിട്ട് സ്വദേശി ത്രയം എന്നുകൂടി അറിയപ്പെടുന്നവരാണ് ഇവര് മൂന്നാളും. ലാൽ പാൽ ബാൽ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകാണ്. ബ്രിട്ടീഷ് ഭരണത്തിൽ അസ്വസ്ഥമായ ഇന്ത്യൻ മനസ്സുകളെ ഏകോപിപ്പിച്ച് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ തിലകൻ നിർണായക പങ്കുവഹിച്ചു. അതുകൊണ്ട് തന്നെ അസ്വസ്ഥതയുടെ പിതാവെന്ന് ബാലഗംഗാധര തിലകൻ അറിയപ്പെടുന്നു. അപ്രകാരം വിശേഷിപ്പിച്ചത് വാലന്റൈൻ ഷിറോൾ ആണ്. അത് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകമാണ് ഇന്ത്യൻ അൺറസ്റ്റ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് നടത്താനൊക്കെ ആയിട്ട് ഇദ്ദേഹം ഇന്ത്യക്ക് പുറത്തു പോയി വരികയൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു പുസ്തകം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തതിലേക്ക് പോകാം. അടുത്ത ചോദ്യം 1812 ആണ് കേട്ടോ. 1812 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിന്റെ കാരണം. ഓപ്ഷൻ ഡി ആണ് 1, 2, 3 ശരി. ഓക്കെ, അതായത് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഇത് ഇതുപോലെ തന്നെ SRTയിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. കുറിച്യ കലാപം ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം. എവിടെയാണ് നടന്നത്? വയനാട്ടിലെ കുറിച്യ കലാപം. വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരും കുറുമ്പരുമാണ് കലാപം നടത്തിയത്. 1812 നടന്ന ഈ കലാപത്തിന്റെ കാരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം. ഗോത്രജനതയായ കുറിച്യരും കുറുമരുമാണ് ഈ ഒരു കലാപം നടത്തിയത്. 1812 കുറിച്യ കലാപം. കാരണങ്ങൾ: ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ബാക്കി നോക്കാം. കലാപം നടന്നത് കുറിച്യ നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. രാമൻ നമ്പി, ഇത് നമ്മൾ ചോദ്യത്തിൽ തന്നെ ഉണ്ട്, എന്നാലും നോട്ട് ചെയ്യാം കേട്ടോ. കലാപം നടന്നത് കുറിച്യ നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. ഗോത്ര ജനതയ്ക്ക് പുറമെ മറ്റ് വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളായി. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ പിടികൂടി വധിച്ചു. തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടർ TH ബേബർ കലാപത്തെപ്പറ്റി ഇങ്ങനെ രേഖപ്പെടുത്തി: ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. കണ്ടോ, ഇതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത് കുറിച്യ കലാപത്തെ കുറിച്ചാണ്. ആരാണ്? തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടർ TH ബേബർ ആണ്. TH ബേബർ. ഇനി 19-ാം നൂറ്റാണ്ടിൽ സാന്താൾ കുറിച്യ കലാപങ്ങൾക്ക് പുറമെ നിരവധി ഗോത്ര കലാപങ്ങൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്നു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് പഹാരിയ കലാപം, കോൾ കലാപം, ഖാസി കലാപം, ഭീൽ കലാപം, മുണ്ട കലാപം. പഹാരിയ കലാപം, കോൾ കലാപം, ഖാസി കലാപം, ഭീൽ കലാപം, മുണ്ട കലാപം. ഇന്ത്യയിലെ ഗോത്ര കലാപത്തെക്കുറിച്ച് ചരിത്രകാരനായ K. സുരേഷ് സിംഗ് പറഞ്ഞ വാക്കുകളാണ്: കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും അക്രമോത്സുകവുമായ
ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്ര ജനത നടത്തിയത്. സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. കർഷകർ ഉൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്ര ജനത നടത്തിയിരുന്നത്. ഇത് ആരാണ് പറഞ്ഞത്? ഗോത്ര കലാപങ്ങളെ കുറിച്ച് ചരിത്രകാരനായിട്ടുള്ള കെ സുരേഷ് സിംഗ് ആണ്. കെ സുരേഷ് സിംഗ്. ഈ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇത് ആര് പറഞ്ഞു എന്ന രീതിയിലൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പൊ നമുക്കിതൊന്നും മിസ്സാവാൻ പാടില്ല. അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ നമ്മൾ ചോദ്യത്തിൽ തന്നിട്ടുള്ള വർഷം തെറ്റാണെങ്കിലും ഈ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കാം. ചോദ്യം ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മളിവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ കുറിച്യ കലാപത്തെ കുറിച്ച് നമുക്കൊന്ന് ഷോർട്ടൻ ചെയ്ത് പറയാം. കുറിച്യ ലഹള നടന്നത് 1812 വയനാട്. കുറിച്യർ കലാപത്തിന്റെ പ്രധാന കാരണം ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷ് നികുതി ഏർപ്പെടുത്തിയതാണ്. ഈ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ. തോമസ് വാർഡൻ ആണ് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. കുറിച്യർ ലഹളയുടെ നേതാവ് രാമൻ നമ്പി. രാമൻ നമ്പി. കുറിച്യർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് മറ്റ് രണ്ടുപേരുണ്ട്. ആയിരം വീട്ടിൽ കോന്തപ്പൻ, വെൺകോലൻ കേളു. ഓക്കെ. ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ പിടികൂടി വധിച്ചത് 1812 മെയ് 1 മെയ് 1 കേട്ടോ. ഓക്കെ. ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ പിടികൂടി വധിച്ചത് 1812 മെയ് 1 കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതാണ് കേട്ടോ. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതാണ് കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം. ബ്രിട്ടീഷുകാർ കുറിച്യർ ലഹള അടിച്ചമർത്തിയത് 1812 മെയ് 8 മെയ് 8 ഓക്കെ, മെയ് 8 കേട്ടോ. ബ്രിട്ടീഷുകാർ കുറിച്യർ ലഹള അടിച്ചമർത്തിയത് 1812 മെയ് 8 ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ വധിച്ചതാണ് മെയ് 1 1812. മെയ് 8 ബ്രിട്ടീഷുകാർ കുറിച്യർ ലഹള അടിച്ചമർത്തിയത്. ഓക്കെ. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരിയാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു TH ബേബറുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ നമ്മൾ പറഞ്ഞു. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായനെ എന്ന് കുറിച്യ കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് TH ബേബർ ആണ്. TH ബേബർ ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതാണ് കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണക്റ്റഡ് ആയിട്ട് രണ്ട് മുദ്രാവാക്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഓർക്കാൻ പറ്റുന്നുണ്ടോ? അറിയാൻ പറ്റുന്നുണ്ടോ? പുന്നപ്ര വയലാർ സമരമാണ് കേട്ടോ. പുന്നപ്ര വയലാർ സമരത്തിൻ്റെതാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യമാണ്. അതുപോലെ പുന്നപ്ര വയലാർ സമരത്തിന്റെ മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നത്. ഓക്കെ. കൂടാതെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ചരിത്രകാരനായിട്ടുള്ള കെ സുരേഷ് സിംഗ് പറഞ്ഞ വാക്കുകളാണ്. കർഷകർ ഉൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്ര ജനത നടത്തിയത്. അപ്പൊ മറ്റ് ഗോത്ര കലാപങ്ങളുടെ പേര് ഇവിടെ കൊടുത്തിരിക്കുന്നതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഭീൽ കലാപം, മുണ്ട കലാപം, പഹാരിയ കലാപം, കോൾ കലാപം, ഖാസി കലാപം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റു ചോദ്യങ്ങളും അവയുടെ വിശദാംശങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.